റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിന്റെ ബറക്കത്തുണ്ടാകുമെന്നാണ്. അപ്പോൾ സലാം പറയുന്ന ആൾക്കും ബറക്കത്തുണ്ടാകും, ആരോടാണോ സലാം പറഞ്ഞത് അവർക്കും ബറക്കത്തുണ്ടാകും. പല ആളുകളും വീട്ടിൽ കയറുമ്പോൾ സലാം പറയാത്തവരാണ്. ഭാര്യയോടെന്ത് സലാം പറയാനാണ്, മക്കളോടെന്ത് സലാം പറയാനാണ്, മാതാപിതാക്കളോടൊക്കെ സലാം പറയലുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരോടും സലാം പറയണം. നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണോ, വീട്ടിൽ സലാം പറയുന്ന അവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇനി ഏതൊരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഇജ്തമിഉ അലാ തുആമികും വദ്കുറു സ്മല്ലാഹി അലൈഹി യുബാറകു ലക്കും ഫീഹി. നിങ്ങൾ ഭക്ഷണത്തിൽ മാഇദയിൽ ഒരുമിച്ചിരിക്കണം, വേറെ വേറെ ഇരിക്കാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ബിസ്മി ചൊല്ലണം, എങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഇസ്തിഖാറ, സ്വലാത്തുൽ ഇസ്തിഖാറ നിർവഹിക്കണം. എന്നിട്ട് അതിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വദുനിയായ വആഖിബതി അംരി ഫഖ്ദുറുഹു ലീ വയസ്സിറുഹു ലീ സുമ്മ ബാരിക് ലീ ഫീഹി. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഖൈറാണെങ്കിൽ നീ എനിക്കത് ഖദറാക്കണം, എനിക്കതിൽ എളുപ്പമുണ്ടാക്കണം, പിന്നെ നീ എനിക്കതിൽ ബറക്കത്ത് നൽകണം. അപ്പോൾ ഖദറാക്കലും എളുപ്പമായത് ലഭിക്കലും അതിനു പുറമെ ഉണ്ടാവേണ്ട കാര്യമാണ് ബറക്കത്ത്. നീ എനിക്ക് അതിന് ശേഷം അതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകുകയും ചെയ്യണം.